പെട്രോളിയം മന്ത്രാലയത്തിന്റെ സ്വാതന്ത്ര്യദിന പോസ്റ്ററിൽ ഗാന്ധിക്ക് മുകളിൽ സവർക്കറുടെ ഫോട്ടോ വന്നിരിക്കുന്നു. ഗാന്ധിക്കും വലുതായി മുകളിൽ സവർക്കറെ വെച്ചുകൊണ്ടാണ്. അപ്പുറത്ത് ഭഗത് സിംഗ് ഉണ്ട്, ബോസ് ഉണ്ട്. ഇത്രയും പേരാണ് സ്വാതന്ത്ര്യദിന ചിത്രത്തിൽ ഉള്ളത്. നെഹ്റു ഇല്ല. അപ്പുറത്ത് ഇന്ത്യൻ പതാകയും. ഇതാണ് ആ ചിത്രം. പെട്രോളിയം മന്ത്രാലയത്തിന്റെ സ്വാതന്ത്ര്യദിന പോസ്റ്ററാണ്. RSSനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിന് പിന്നാലെ പുറത്തിറങ്ങിയിരിക്കുന്ന പെട്രോളിയം മന്ത്രാലയത്തിന്റെ പോസ്റ്ററാണ്. അതിൽ പാലോട് വിവരങ്ങളുമായി അതിൽ ഗാന്ധിക്ക് മുകളിൽ സവർക്കർ, അതാണ് ആലോചന. അതിലുള്ള നടപടികളിലേക്കാണ് കടക്കുന്നത്. ഗാന്ധിക്കും മുകളിൽ സവർക്കറെ പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള ചിത്രം. എന്താണ് വിശദാംശങ്ങൾ? ഉറപ്പായും അങ്ങനെ തന്നെയാണ്. സ്മൃതി പറഞ്ഞതുപോലെ RSS മയമായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ പല ഭാഗങ്ങളും സ്വാതന്ത്ര്യദിന ആഘോഷ അഭിസംബോധനയിൽ. അതിന് പിന്നാലെ ഇപ്പോൾ വന്നിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് പെട്രോളിയം മന്ത്രാലയത്തിന്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്ററാണ് പല സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. അതിൽ ആദ്യ ഭാഗത്ത് തന്നെ ഗാന്ധിജിക്ക് മുകളിലായി VD സവർക്കറിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു, സവർക്കറിന്റെ ചിത്രം പതിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വിവാദമാകുന്നത്. 4 പേരുടെ ചിത്രങ്ങളാണുള്ളത്. സ്വാതന്ത്ര്യ സമര പോരാളികളടക്കം സുഭാഷ് ചന്ദ്രബോസിന്റെ ചിത്രമുണ്ട്, ഭഗത് സിംഗിന്റെ ചിത്രമുണ്ട്, ഒരു ദേശീയ പതാകയുണ്ട്. ഇതിൽ ഏറ്റവും മുകളിലായി സവർക്കറിന്റെ ഫോട്ടോ വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളെ ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. അതിന്റെ തൊട്ടു താഴെയായി ഇടതുവശത്ത് ഗാന്ധിയുടെ ചിത്രം വെച്ചിരിക്കുന്നു. എല്ലാവരുടെയും ചിത്രം ഒരേ അളവിൽ തന്നെയാണ്, ഒരേ വലിപ്പത്തിൽ തന്നെയാണ് എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും ചിത്രം വെച്ചിരിക്കുന്നത്. നെഹ്റുവില്ല, ഏറ്റവും മുകളിലായി ജവഹർലാൽ നെഹ്റു ഇല്ല ചിത്രത്തിൽ. ഉറപ്പായും പല ഘട്ടങ്ങളിലായി BJP അവരുടേതെന്ന് അവകാശപ്പെടുന്ന നേതാക്കളുടെ ചിത്രം അതിൽ വെച്ചിരിക്കുകയും ചെയ്തു. അവകാശപ്പെടുന്ന സുഭാഷ് ചന്ദ്രബോസ്. ഉറപ്പായും അങ്ങനെ തന്നെയാണ്. ജവഹർലാൽ നെഹ്റുവിന്റെയോ മറ്റ് പ്രധാനപ്പെട്ട ഈ സവർക്കറിന്റെ ചിത്രം വെക്കുമ്പോൾ തന്നെ ഈ മറ്റ് നേതാക്കളുടെ, സ്വാതന്ത്ര്യ സമര സേനാനികളുടെ, സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ ആളുകളുടെ, നേതാക്കന്മാരുടെ, രാഷ്ട്രത്തിനു വേണ്ടി പൊരുതിയ നേതാക്കന്മാരുടെ ഒന്നും ചിത്രം ഈ പോസ്റ്ററിൽ ഇല്ല എന്നുള്ളതും എടുത്തു തന്നെ പറയണം. സ്മൃതി, ജവഹർലാൽ നെഹ്റുവിന്റെ ചിത്രമില്ല. ഏറ്റവും ഗുരുതരം, മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവിന്റെ ചിത്രത്തിന് മുകളിൽ എങ്ങനെ സവർക്കറിന്റെ ചിത്രം പതിപ്പിക്കാനാകും എന്ന ചോദ്യമാണ് ഇതിൽ ഏറ്റവും കൂടുതലായി ഉയർന്നു വരുന്നത്. സവർക്കറിന്റെ ചിത്രത്തിനു താഴെയാണോ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ചിത്രം വേണ്ടത് എന്ന ചോദ്യവുമുണ്ട്. പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഹർദീപ് സിംഗ് പുരിയാണ് ഈ പെട്രോളിയം മന്ത്രാലയത്തിന്റെ ക്യാബിനറ്റ് മന്ത്രി. ഒപ്പം സഹമന്ത്രി മലയാളി കൂടിയായ സുരേഷ് ഗോപിയാണ്. അവരൊക്കെ ഇതിന് മറുപടി പറയേണ്ടി വരും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ടുള്ള പോസ്റ്ററാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പെട്രോളിയം മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്നത്. അതിലാണ് ഈ രൂപത്തിൽ സവർക്കറിന്റെ ചിത്രത്തിനു താഴെയായി മഹാത്മാഗാന്ധിയുടെ ചിത്രം ഈ രൂപത്തിൽ പതിപ്പിച്ചിരിക്കുന്നത്. വലിയ വിവാദമാണ് ഇതിന് പിന്നാലെ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. സ്മൃതി, ശരി. സജീഷ് കൂടിയുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. SK സജീഷ്, ഇപ്പോൾ ഗാന്ധിക്ക് മുകളിൽ, രാഷ്ട്രപിതാവിന് മുകളിൽ സവർക്കറെ പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള ചിത്രം വരുന്നു. അത് ബോധപൂർവം ആലോചനയിൽ നടപ്പാക്കിയതാണ് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഇന്നലെ വിഭജന ഭീതി ദിനമായിരുന്നു. ഇന്നിപ്പോൾ സ്വാതന്ത്ര്യദിനത്തിൽ RSSനെ പുകഴ്ത്തിയുള്ള പ്രധാനമന്ത്രിയുടെ പ്രസംഗം. ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന പോസ്റ്റർ പെട്രോളിയം മന്ത്രാലയത്തിന്റെ പോസ്റ്ററാണ്. സുരേഷ് ഗോപി കേരളത്തിൽ നിന്നുള്ള സഹമന്ത്രി, സുരേഷ് ഗോപി സഹമന്ത്രിയായ വകുപ്പാണ് എന്നൊരു കൗതുകം കൂടിയുണ്ട്. സജീഷ്, തീർച്ചയായിട്ടും സ്മൃതി, ഒരുപോലെ വലിയ തോതിൽ വിവാദമാകാവുന്ന ഒരു പോസ്റ്ററാണ് ഇപ്പോൾ പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. അല്ല, ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ ആദിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മഹാത്മാഗാന്ധിക്ക് മുകളിലായി സവർക്കറുടെ ഫോട്ടോ പതിച്ച പോസ്റ്റർ ഇറങ്ങിയിരിക്കുന്നു. അതായത് രാഷ്ട്രപിതാവിന് മുകളിലാണ് RSSന്റെ സൈദ്ധാന്തികൻ എന്ന കൃത്യമായ രാഷ്ട്രീയ സന്ദേശം മുന്നോട്ട് വെക്കുന്ന ഒരു പോസ്റ്ററാണ് ഇപ്പോൾ പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. അതായത് സർക്കാർ തന്നെ ഔദ്യോഗികമായിട്ട് മഹാത്മാഗാന്ധിക്ക് മുകളിലാണ് സവർക്കർ എന്നൊരു രാഷ്ട്രീയ സന്ദേശം മുന്നോട്ട് വെക്കുന്നതാണ്. വലിയ വിവാദമാകുന്നു. നേരത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ RSSനെ വാനോളം പുകഴ്ത്തിയിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയാണ് RSS എന്നതുൾപ്പെടെയുള്ള പുകഴ്ത്തൽ നരേന്ദ്രമോദിയുടെ ഭാഗത്തുണ്ടായിരുന്നു. അതിന് തൊട്ടു മുമ്പ് ഇന്നലെ വിഭജന ഭീതി ദിനം ആചരിച്ചിരുന്നു. അതായത് ഇന്ത്യ വിഭജിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട്
RSS മുന്നോട്ട് വയ്ക്കുന്ന ആശയം പ്രചരിപ്പിക്കാനുള്ള ഒരു ദിനാഘോഷമായി അത് കേന്ദ്ര സർക്കാർ കൊണ്ടാടുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ സ്വാതന്ത്ര്യ ദിന പ്രസംഗത്തിലും അതോടൊപ്പമുള്ള മറ്റു കാര്യങ്ങളെല്ലാം തന്നെ RSS മേധാവിത്വം പകൽ പോലെ വ്യക്തമാക്കുന്ന രാഷ്ട്രീയ സന്ദേശങ്ങളാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ ഏറ്റവും വിവാദമാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഹർദീപ് സിംഗ് പുരി തലവനായിട്ടുള്ള പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ സുരേഷ് ഗോപി, കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഭാഗമാണ്. അദ്ദേഹം കൂടി ഉത്തരം പറയേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഭരണഘടനയെ ലംഘിക്കുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സന്ദേശം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നു. മഹാത്മാഗാന്ധിക്ക് മുകളിലായിട്ട് ചരിത്രത്തിൽ എവിടെയാണ് സവർക്കറുടെ സ്ഥാനം എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ സജീഷ്. ഇപ്പോൾ സവർക്കർ ബ്രിട്ടീഷുകാരോട് മാപ്പ് അപേക്ഷിച്ച് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ വ്യക്തിയാണ്. ആ നിലയ്ക്കാണ് സവർക്കറെ ഓർമ്മിക്കുന്നത്. സവർക്കറുടെ ദ്വിരാഷ്ട്രവാദമടക്കമുള്ള പുസ്തകങ്ങൾ നമുക്ക് മുന്നിൽ ചരിത്രമായി നിൽക്കുന്നു. ഇതൊക്കെ അവിടെ നിൽക്കുമ്പോൾ ആണ് ഇപ്പോൾ സ്വാതന്ത്ര്യ സമര സേനാനി, രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത നേതാക്കളിൽ ഒരാളായി സവർക്കറെ പ്രതിഷ്ഠിക്കുന്നത്. സ്മൃതി, അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്മൃതി സൂചിപ്പിച്ചത് തന്നെയാണ്. സ്വാതന്ത്ര്യ ദിനത്തിൽ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ദിന ചരിത്രവുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യ പോരാട്ടവുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഒരുപോലെ സംശയമുണ്ടാക്കാവുന്ന രീതിയിൽ പ്രാതിനിധ്യം അവകാശപ്പെടുന്നതാണ് സവർക്കറുടെ ചരിത്രം. RSS പ്രധാനമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് സവർക്കർ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് സമര പോരാളി എന്ന് തന്നെയാണ്. പക്ഷേ അതിനെ പല ചരിത്രങ്ങളാൽ ഖണ്ഡിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മാപ്പപേക്ഷ നൽകി ബ്രിട്ടീഷുകാരുടെ മേൽക്കോയ്മ അംഗീകരിച്ച് പുറത്തിറങ്ങിയ ആളാണ് സവർക്കർ എന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്നത്. ചരിത്ര രേഖകളെല്ലാം തന്നെ സവർക്കറുടെ ഈ പ്രാതിനിധ്യത്തെ സംബന്ധിച്ച് സംശയം ഉളവാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ഒരു സ്വാതന്ത്ര്യ ദിന പോസ്റ്ററിൽ സവർക്കറെ മറ്റു പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ പോരാളികളുമായി ചേർന്നിട്ട് നിർത്തുകയും ചെയ്തു. മാത്രമല്ല അത് മഹാത്മാഗാന്ധിക്ക് മുകളിലായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഗാന്ധി വധക്കേസുമായി ബന്ധപ്പെട്ട കേസ് പരിശോധിച്ചാൽ നമുക്കറിയാം, ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടത്തിയവരിൽ കുറ്റാരോപിത പട്ടികയിൽ ആദ്യം ഉണ്ടായിരുന്ന ആളാണ് സവർക്കർ. പിന്നീട് അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെട്ടു. പക്ഷേ അന്നുണ്ടായിരുന്ന ചില കമ്മീഷനുകളെല്ലാം തന്നെ സവർക്കറുടെ ഗാന്ധിവധ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട പങ്ക് മൊഴിയായി ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിനോടൊപ്പം തന്നെയാണ് സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ സവർക്കറുടെ പ്രാതിനിധ്യം എത്രത്തോളം ഉണ്ട് എന്ന കാര്യത്തിലുള്ള സംശയവും പലതവണയായി ഉന്നയിക്കപ്പെടുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയുടെ സമുന്നത നേതൃനിരയെ ഒന്നാകെ അവഗണിച്ചുകൊണ്ട് മഹാത്മാഗാന്ധിക്ക് മുകളിലായിട്ട് സവർക്കറുടെ ഫോട്ടോ പതിപ്പിക്കുമ്പോൾ പോസ്റ്ററിൽ പതിപ്പിക്കുമ്പോൾ RSSന്റെ ഐഡിയോളജി, RSS ആണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന എന്ന ഒരു പ്രചാരണത്തിലേക്ക് വളരെ നേരത്തെ തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നത് വലിയ വിവാദമാകുന്ന ഒരു കാര്യമാണ്. കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപി അടക്കം ഉത്തരം പറയേണ്ട ഒരു പോസ്റ്ററാണ് ഇപ്പോൾ പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. സ്മൃതി.